ഞങ്ങളുടെ മുൻഗാമികളാണ് തായിരിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഇവർ, എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത, എവിടെ നിന്നാണ് ഇവരെ കിട്ടിയത്, ഇതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ക്രാനിയൽ കപ്പാസിറ്റിയാണ്. ക്രാനിയം എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടിയുടെ ഭാഗം. ക്രാനിയൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ബ്രെയിൻ ഇരിക്കുന്ന ബ്രെയിനിൻ്റെ വലിപ്പം നിങ്ങൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്താൽ വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നോക്കിയേ ആരൊക്കെയാണ് നമ്മുടെ മുൻഗാമികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് വായിക്കണം. സഹലൻത്രോപ്പസ് ചെഡൻസിസ്. സഹലൻത്രോപ്പസ് ടി സൈലൻ്റ് ആണ്, ചെഡൻസിസ് എന്ന് വായിച്ചാൽ മതി. സഹലൻത്രോപ്പസ് ചെഡൻസിസ്, ടി ഇവിടെ സൈലൻ്റ് ആണ്. ആഫ്രിക്കയിൽ നിന്ന്, ഓക്കെ, ഇവിടെ നിന്നാണ് ആഫ്രിക്കയിലെ ചാഡ്, കണ്ടോ ഇവിടെയും ടി സൈലൻ്റ് ആണ്. ചാഡ്, ചാഡ്. ഇംഗ്ലീഷ് എത്രയും അറിഞ്ഞൂടെ, എന്നാൽ എനിക്കിങ്ങനെ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ സഹലൻത്രോപ്പസ് ചെഡൻസിസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. നമ്മളുടെ ഈ പറയുന്ന ചിമ്പൻസി ആയിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആദ്യ മനുഷ്യൻ്റെ ഫസ്റ്റ് രൂപം എന്ന് പറയുന്നതിൽ ഒന്നാണ് എന്ത്, സഹലൻത്രോപ്പസ് ചെഡൻസിസ് എന്ന് പറയുന്നത്. ഈ ചെഡൻസിസ് എന്ന് പറയുന്ന ചാഡ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 380 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നെക്സ്റ്റ് നമ്മളുമായിട്ട് സാമ്യതയുള്ള മറ്റൊന്നാണ് ആസ്ട്രലോപിത്തേക്കസ്. ഇതുമാണ് ആസ്ട്രലോപിത്തേക്കസ്. എന്താ പ്രത്യേകത, കംപ്ലീറ്റ് ഫോസിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്കെലിറ്റൽ സ്ട്രക്ചറുണ്ട്. ഇവരെന്ത് കാണിക്കുന്നു, ബൈപെഡലിസം കാണിക്കുന്നു, 2 കാലിൽ നടന്നു എന്നതിനുള്ള തെളിവ് നമുക്ക് കിട്ടിയത് ആസ്ട്രലോപിത്തേക്കസിൽ നിന്ന് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹോമോ ഹാബിലിസ്. ഇതും ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകത ലാർജ് സ്കള്ളാണ്, വലിയ തലയാണ്. ടൂൾസ് നിർമ്മിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മാത്രമല്ല ഇവർ ഹണ്ടിങ് തുടങ്ങിയത് ഇവരാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത്. അപ്പോൾ കുരങ്ങനിൽ അല്ലെങ്കിൽ ചിമ്പാൻസിയിൽ നിന്ന് നമ്മളിലേക്ക് വന്ന രൂപമാറ്റത്തിൽ ഇടയ്ക്കുള്ള ഓരോ സ്റ്റേജുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓരോ ആൾക്കാരുടെ അസ്ഥികൂടങ്ങളാണ്. ഇവരിൽ നിന്ന് രൂപമാറ്റം വന്ന് എവല്യൂഷൻ വന്നാണ് നമ്മളായതെന്ന് വേണം കരുതാൻ. നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഹോമോ ഹാബിലിസ് ആണെങ്കിൽ 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ക്രാനിയൽ കപ്പാസിറ്റി കൂടുന്നു, അതിനനുസരിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഹോമോ ഇറക്ടസ് എവിടെ നിന്നാണ് കിട്ടിയത്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ പ്രത്യേകത, ദേ വെയർ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ്. ഇറക്റ്റായി നിൽക്കുന്നു. ഇറക്റ്റ് ഇമേജ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഇവർക്ക് അപ്രൈറ്റ് ആയിട്ട് നേരെ 2 കാലിൽ നേരെ നടക്കാനായിട്ട് പറ്റുന്നു. വലിയ ഫോർഹെഡാണ്, ഓംനിവോറസ് ആണ്. മാത്രമല്ല സ്റ്റോൺ വെപ്പൺസ് ഹണ്ടിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്തു. കണ്ടോ ഓരോരുത്തരായിട്ട് വരുന്ന മാറ്റങ്ങൾ കണ്ടോ. സഹലൻത്രോപ്പസ് ചെഡൻസിസ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു പ്രത്യേകത, ഇത് കുരങ്ങിൽ നിന്ന് ജസ്റ്റ് മാറിയതേ ഉള്ളൂ. ആസ്ട്രലോപിത്തേക്കസ് ആയപ്പോൾ 2 കാലിൽ എന്ത് ചെയ്തു തുടങ്ങി, ഏതാണ്ട് നടന്നു തുടങ്ങി. ഹോമോ ഹാബിലിസ് ആയപ്പോൾ 2 കാലിൽ നടന്നു തുടങ്ങി, അവർ ഗ്രൂപ്പായി അവർ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ഹോമോ ഇറക്ടസ് ആയപ്പോൾ അവർ നേരെ കുരങ്ങന്മാർ നടക്കുന്ന രീതി മാറി നല്ല നിവർന്ന് നടക്കാൻ തുടങ്ങി. മാത്രമല്ല അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ ഹണ്ട് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ക്രേനിയൽ കപ്പാസിറ്റി എത്രയായിട്ട് കൂടി, 900 സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് കൂടി. നെക്സ്റ്റ് വരുന്നതാണ് ഹോമോ നിയാൻഡ്രത്താൽസ് എന്ന് പറയും. അപ്പോൾ നാക്ക് ഓടാക്കുന്ന പേര് പറഞ്ഞു. അപ്പോൾ എന്താ പ്രത്യേകത, ദേ ആർ കണ്ടംപററി ടു മോഡേൺ മെൻ. മനുഷ്യനുമായിട്ട് ഏറ്റവും നല്ല സാദൃശ്യം തോന്നി തുടങ്ങിയത് ഇവരിൽ നിന്നാണ്. ഫോസിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ജർമ്മനിയിൽ നിന്ന് കിട്ടി. ഓക്കെ, ദേ ഹാഡ് സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡ് അല്ലേ, ചെറിയ ഇങ്ങനെ നമ്മളെ പോലത്തേക്ക് നെറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിക്കായിട്ടായ ഐബ്രോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദേ ബറീഡ് ഡെഡ് ബോഡീസ്. മരിച്ച ശവങ്ങൾ അവിടെ കിടന്ന് ചീഞ്ഞു നാറാൻ വിടാതെ അവരെന്ത് ചെയ്യുമായിരുന്നു, ഡെഡ് ബോഡീസിനെ കുഴിച്ചിടുമായിരുന്നു. 1480 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിവരം വന്നു അല്ലേ, കുറച്ചുകൂടി മനുഷ്യന്മാർ തമ്മിൽ തിരിച്ചറിയാനും ഇടപഴകാനും ഒക്കെ തുടങ്ങിയതാണ് എന്ത്, ഹോമോ നിയാൻഡ്രത്താലൻസിസ് എന്ന് പറയുന്നത്. എവിടുന്ന് കിട്ടി, ജർമ്മനിയിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ് വരുന്ന ഹോമോ സാപ്പിയൻസ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. അതാണ് മോഡേൺ മാൻ എന്ന് പറയുന്നത്. They acquired technology and agricultural method. They domesticated animals and built cities. They are culturally the most evolved category. അല്ലെ, ഇവരാണ് എന്ത്, ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്ത് വന്ന് നമ്മൾ ഇന്നത്തെ മനുഷ്യരുടെ എക്സാക്ട് രൂപം എന്ന് പറയുന്നതാണ് ഹോമോ സാപ്പിയനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓരോ ഹ്യൂമൻ്റെ ഈ പറയുന്ന ഇതാണ് സഹലാൻത്രോപ്പസ് ചെഡൻസിസ് ആയാലും ശരി, ആസ്ട്രലോപിത്തേക്കസ് ആയാലും ശരി, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡ്രതാലൻസിസും ഹോമോ സാപ്പിയൻസും ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റിയും ക്യാരക്ടേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സഹലാൻത്രോപ്പസ് ചെഡൻസിസ് എന്ന് വെച്ചാൽ 350 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനുഷ്യനുമായിട്ടുള്ള ഫസ്റ്റ് ലിങ്കാണ് എവല്യൂഷൻ ട്രീയിൽ. ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണ്.
ഓസ്ട്രേലോപിത്തേക്കസ് എന്ന് പറയുന്നത് 450 സെൻറ്റിമീറ്റർ ക്യൂബാണ് കപ്പാസിറ്റി. എന്തായിരിക്കും? കംപ്ലീറ്റ് ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. ബൈപെഡലിസം, രണ്ട് കാലിൽ നടന്നു തുടങ്ങിയത് ഇവരാണെന്ന് കരുതപ്പെടുന്നു. ഹോമോ ഹാബിലിസിന് 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്, അത് കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണ്. പ്രത്യേകത, വലിയ തലയോട്ടിയാണ്, അതുകൊണ്ട് ബുദ്ധി കുറച്ച് കൂടുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റോൺ ടൂളുകൾ ഉപയോഗിക്കാനും ഗ്രൂപ്പായി താമസിക്കാനും ഹണ്ട് ചെയ്യാനും തുടങ്ങുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ഹാബിറ്റേറ്റ് ഉണ്ടാക്കുന്നവർ ഹാബിലിസുകാരെന്ന് ഓർത്ത് വയ്ക്കുക. ഇറക്റ്റസ്, ഹോമോ ഇറക്റ്റസ് എന്ന് പറയുമ്പോൾ ഇറക്റ്റ്, നേരെ നടക്കാൻ പഠിച്ചു അല്ലേ. അപ്പോൾ അവർ നടന്നുപോയി, ആഫ്രിക്കയിൽ പോയി, ഏഷ്യയിൽ പോയി, യൂറോപ്പിൽ പോയി. അതാണ് 3 കോണ്ടിനെൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്രൈറ്റ് ആയിട്ടുള്ള പോസ്റ്ററാണ്, ലാർജ് ഫോർഹെഡ് ആണ്, ഓംനിവോറസ് ആണ്, വെപ്പൺസ് യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഹോമോ നിയാൻഡർതാലൻസിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന് തൊട്ട് മുമ്പുള്ള സാധനം. അതായത് എന്തായിരിക്കും? ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡും തിക്കായിട്ടുള്ള ഐബ്രോസും ഡെഡ് ബോഡിയെ ബറി ചെയ്തതും നിയാൻഡർതാലൻസിസ് ആണ്. നിയാൻഡർതാലൻസിസ്, എൻ്റെ നാക്ക് തന്നെ ഉടക്കുകയാണ് കേട്ടോ. ഹോമോ നിയാൻഡർതാലൻസിസ്, ഓക്കെ, സിസ് 1450 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇവരുടെ ക്രൈനിയൽ കപ്പാസിറ്റി. ഹോമോസാപ്പിയൻസ് വരുന്നു 1350 സെൻറ്റിമീറ്റർ ക്യൂബ്. കണ്ടോ, ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ബുദ്ധി കുറയാണ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഹ്യൂമൻസ് ആണ്, ടെക്നോളജി യൂസ് ചെയ്തു, അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, അനിമൽസിനെ ഇവരെന്ത് ചെയ്തു? സിറ്റീസ് ബിൽഡ് ചെയ്തു. ഇതാണ് എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.